പ്രമോദ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIR പരിശോധിക്കുമ്പോൾ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. BNS 64F അനുസരിച്ച് അധികാരസ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യൽ, 64M അനുസരിച്ച് തുടർച്ചയായ ബലാത്സംഗം, അതുപോലെ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യുക, നിർബന്ധിത ഭ്രൂണഹത്യ, അതിക്രമം, കഠിനമായ ദേഹോപദ്രവം, അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങളോ ഫോട്ടോയോ ചിത്രീകരിക്കുക, പ്രസിദ്ധീകരിക്കുക തുടങ്ങി BNSന്റെ സുപ്രധാന വകുപ്പുകളാണ് പാലക്കാട് MLAക്കെതിരെ എടുത്തിരിക്കുന്നത്. എത്രത്തോളം ഗുരുതരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIR? ഇതിലെ FIRലെ വകുപ്പുകളെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. അത് ഇരിക്കുമ്പോ തന്നെ രണ്ട് കാര്യം പറയാതെ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിന്റെ എല്ലാ നാൾവഴികൾ എടുത്തു നോക്കുമ്പോ ഈ പരാതി കൊടുത്ത പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതിയാണ് പോലീസിലേക്ക് ഇന്നലെയോ ഇന്നോ ആയിട്ടാണ് ഫോർവേഡ് ചെയ്തായിട്ട് കാണുന്നത്. ഈ കാണുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു ഡിഫൻസ് ഇപ്പൊ അവരെല്ലാവരും എടുത്തിരിക്കുന്നത് ഇത്ര നാള് എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ നാച്ചുറലി അത് പോകുന്നത് DGP ആണ് അവിടുന്ന് മറ്റു കാര്യങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്ന ഈ പരാതി ഇത്രയും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ മാധ്യമങ്ങൾ പറയണ പോലെ ഇപ്പൊ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളൊന്ന് നോക്കുക, അതിന്റെ ഒരു FIR ഇട്ടിട്ടുള്ള ഡേറ്റ് ഇതൊന്നും പബ്ലിഷ് ചെയ്യില്ല. കാരണം ഇതൊരു വനിതകൾക്കെതിരെയുള്ള ഒരു അക്രമം അതൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കെതിരെയൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതിലെ ടൈം നോക്കിയാൽ അറിയാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് തന്നെ ഈ ഇതിലെ പരാതിയിലെ കുറിച്ച് ഒരു ലേഡി പരാതി തരുന്നു. അതിന്റെ അർത്ഥം അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം നടത്തണം, എന്നിട്ടേ പാടുള്ളൂ. ഇവിടെ സ്പീക്കറുടെ മുമ്പാകെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോ ഇതിലെ ലുക്ക് ഔട്ട് നോട്ടീസ് അതാണ് ഇപ്പൊ മീഡിയയിലൊക്കെ കാണുന്നത്. ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് കൃത്യമായ ഒരു അന്വേഷണം പോലീസ് ഇതിൽ നടത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഇന്ന് രജിസ്റ്റർ ചെയ്ത FIR ആയിരിക്കില്ല. പരാതി ഇതിന് മുമ്പ് വന്നിട്ടുണ്ടാവും. പോലീസിന് പരാതിയുടെ അന്വേഷണം ഇതിൽ നോക്കിയതിന് ശേഷമായിരിക്കാം FIR ഇട്ടിരിക്കുന്നത്. എന്ത് വന്നാലും ഒരു പബ്ലിക് ഫിഗർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കാൻ പാടില്ല. അത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിലെ രണ്ട് കാര്യമുണ്ട്. ഈ പറയുന്ന വകുപ്പുകളിൽ പലതും അട്രാക്ട് ചെയ്യോ എന്നുള്ളതും സംശയമാണ്. കാരണം കൺസെന്റോട് കൂടിയിട്ടുള്ള ഒരു സെക്ഷൽ ഒരു ഇന്റർകോഴ്സിന് പോയാൽ അതിൽ റേപ്പ് നിൽക്കില്ല. മറ്റു കാര്യങ്ങൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചില മീഡിയയിലൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ദിസ് ലേഡി വാസ് മാരീഡ് 1 year ബാക്ക്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിലാണോ അവർക്ക് ഗർഭമായത് എന്ന് പോലും നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല, സമയമായിട്ടില്ല. എന്തു വന്നാലും ഒരു കാര്യം ഒരു ആദ്യത്തേതിൽ ഞാൻ പറയാം, ഇതിലെ വകുപ്പുകളെല്ലാം വളരെ സ്ട്രോങ് ആണ്. എത്രത്തോളം ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഇതിന്റെ ബെയിൽ അപ്ലിക്കേഷൻ വരുമ്പോൾ ഇതിന്റെ ഡോക്യുമെന്റ്സ് എത്രത്തോളം സബ്സ്റ്റാൻഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നു എന്നിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങൾ. കാരണം ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ PC ജോർജ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിടുന്നു. KM ഷാജഹാൻ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യത്തിൽ വിടുന്നു. ഈ ഒരു കോപ്പറാട്ടി എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നതാണ് നല്ലത്. കൃത്യമായ അന്വേഷണം നടത്തി ഇതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് വേണം പ്രോസിക്യൂഷൻ സത്യസന്ധമായി. ഇതിലൊരു പൊളിറ്റിക്കൽ വ്യൂ ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇതിലൊരു പൊളിറ്റിക്കൽ വ്യൂ എന്ന ലൈനില് ഒരു സാധാരണക്കാരന്റെ രീതിയിൽ ചിന്തിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടായിട്ട് 4-5 മാസമായി, പെൺകുട്ടി വന്നില്ല, അവരുടെ മാനസിക സംഘർഷം എല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ നിങ്ങളൊന്ന് നോക്കൂ, എനിക്കിവിടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം, ഈ ഓഡിയോ ക്ലിപ്പിംഗ് മുഴുവൻ ഈ പെൺകുട്ടി ആദ്യം പരാതി കൊടുത്ത് പോലീസിനല്ലേ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മീഡിയയിൽ വരുന്നത്? അതൊരു പെർട്ടിക്കുലർ മീഡിയ മാത്രമാണ് അത് കൈകാര്യം ചെയ്തത്. അത് വന്നതിന് ശേഷമാണിത്. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് 2 കേട്ടു. അതിലെവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേണം, അതിലെവിടെയും പേര് പറയുന്നില്ല. വളരെ ടാക്ട്ഫുൾ ആയിട്ടാണ് അതില് എല്ലാ വോയിസ് ക്ലിപ്പുകളും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഈ പരാതിക്കാരിയെയാണ് ഞാൻ അതിൽ ഒരു 30% കുറ്റം പറയാ. അവർക്ക് അങ്ങനെ ഒരു ഹരാസ്മെന്റ് ഉണ്ടായാൽ അവർ ഉടനടി പോലീസിനെ സമീപിക്കണം. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അറിയാത്ത ഒരാളല്ലല്ലോ. അത് സമീപിച്ച് അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതല്ലാതെ ഇതൊരു മീഡിയക്ക് കൊടുക്കുമ്പോൾ നാളെ ഏതൊരു കോടതിയിൽ വരുമ്പോഴും അവരുടെ ഡിഫൻസ്, ഫസ്റ്റ് ഡിഫൻസ് ഇതായിരിക്കും. ഞാൻ ഇന്നിപ്പോ 2-3 വീഡിയോയിലൊക്കെ കാണുമ്പോൾ
അവരുടെ ബെയിൽ അപ്ലിക്കേഷൻ കൊണ്ട് കാണിക്കുന്നുണ്ട്. അവര് എന്നിട്ട് റിപ്പോർട്ടർ പറയുന്നത് എന്താ, ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺ. കാരണം ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. കാരണം ഇത് പരാതി കൊടുക്കുന്നതിന് പകരം ആദ്യം മീഡിയയിൽ ലീക്ക് ഔട്ട് ചെയ്തു. ഇതെല്ലാം വരുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയം വരുന്നത്. ഇനി പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായിട്ട് അന്വേഷിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് 2-3 പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത്, ഓൾറെഡി ഒരു അജിത ബീഗമോ അങ്ങനെ എന്തൊരു ഓഫീസറുടെ കീഴിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരുപാട് പരാതികൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഈ ലേഡീനെ സമീപിച്ചിട്ടുണ്ടായിരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥര്. ഈ വേണമെങ്കിൽ അവരെ എഴുതി വെച്ചിട്ട് അന്വേഷണത്തെ നടത്തിന. ആരും റിട്ടേൺ ആയിട്ട് ഒരു പരാതിക്ക് വന്നിട്ടില്ല. അത് വന്നത് അഡ്വക്കേറ്റ് പ്രമോദ്, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ പ്രശ്നത്തിൽ ഈ ഒരു പെൺകുട്ടി മാത്രമാണ്, ഈ അതിജീവിതം മാത്രമാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു അറിവനുസരിച്ച് നിരവധി പരാതികൾ, 15ഓളം പരാതികൾ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ MLA പീഡിപ്പിച്ചതായുള്ള 15ഓളം പരാതികൾ പോലീസിന്റെ മുൻപാകെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പോക്സോ ഉൾപ്പെടെയുണ്ട്. ഒരു കളമശ്ശേരിയിൽ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസുണ്ട്. മറ്റൊന്ന് പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ വെള്ളായനിയിൽ വെച്ച് പീഡിപ്പിച്ചതായുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ട്. ഇത് പക്ഷേ അനൗദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ പോലീസ് വളരെ സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വനിതാ IPS ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ അന്വേഷണം നടക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കും. സ്വമേധയാ തന്നെ കേസെടുക്കേണ്ട ഒരു സംഭവം, അതിലെ കണ്ടന്റ് ആണല്ലോ പ്രശ്നം. അതിൽ വളരെ കൃത്യമായി എന്താണ് MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി നൽകിയ ഡേറ്റ് അല്ല പ്രധാനം എന്ന് പറയുന്നത്. ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു കേസ് മാത്രമല്ല, നിരവധി കേസുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതില് മാഡം പറഞ്ഞതാണ് കറക്റ്റ്. അതായത് 15ഓളം കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ 2 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മിസ്യൂസ് ചെയ്തതിനാണ്. അതിന് ഒരു പരാതി വേണ്ട. അത് വിവരം അറിഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥരും ഒരു FIR ചാർജ് ചെയ്യാം. ഇതിന്റെ സത്യാവസ്ഥകൾ കുറച്ചുകൂടി പുറത്തേക്ക് വരിക. ഇദ്ദേഹത്തിന്റെ ബെയിൽ അപ്ലിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു റിപ്പോർട്ട് വരും പോലീസിന്റെ. അതിന് ഇതൊക്കെ മെൻഷൻ ചെയ്യണം. മാത്രമല്ല, ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് പോലീസിന്റെ സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ നാച്ചുറലി പോലീസിനെ ആക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് ആക്ട് ചെയ്യാതിരുന്നാൽ വലിയ തെറ്റാണത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, ഇപ്പൊ മേഡം പറഞ്ഞത് വെച്ചിട്ട് നോക്കുക വെച്ചാൽ, ഒരു ആൺകുട്ടീനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി അവിടെ ഓൾറെഡി ഒരു FIR ഇട്ടിരിക്കണം. അതിന് പെൺകുട്ടി പരാതി എഴുതി തരണമെന്നോ പാരന്റ് എഴുതി തരണമെന്നോ ഇല്ല. അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ഉടനടി ആ കുട്ടിയെ എടുത്ത് ചൈൽഡ് ലൈഫില് വെൽഫെയറിന്റെ അവിടെ പോവുകയും മജിസ്ട്രേറ്റിന്റെ അടുത്ത് മൊഴി കൊടുക്കുക, അങ്ങനത്തെ നടപടിക്രമങ്ങളുണ്ട്. ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതിലെ എല്ലാത്തിനും പാകപ്പിഴകൾ പറ്റുന്നത്. മാഡം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. എനിക്കും കിട്ടിയ ഇൻഫർമേഷൻ ഓൾമോസ്റ്റ് 10-15 കേസുകൾ, 10-നും 15-നും ഇടയ്ക്ക് കേസുകൾ ഓൾറെഡി ADGP റാങ്കിലുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് അജിത ബീഗം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ കീഴിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ 18 വയസ്സ് താഴെയുള്ളവരെ FIR ഇട്ടിരിക്കണം. അതിൽ ഒരിക്കലും കാലതാമസം വരാൻ പാടില്ല. ഇപ്പോ ഈ പെൺകുട്ടിയുടെ വരുന്നതിന് മുമ്പ് അതാണ് സത്യത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഒന്ന്, ഒരു ആൺകുട്ടീനെ, അത് പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്ത് തന്നെയായാലും ഈ പറയുന്ന MLA അദ്ദേഹത്തിന്റെ ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം എവിടെയും നിഷേധിക്കുന്നില്ല. മേഡം അത് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും നിഷേധിക്കുന്നില്ല. അത് തന്നെ ഈ കൂടുതൽ അവിടെയാണ് അദ്ദേഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ കള്ളത്തരം. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ചാറ്റ് ചെയ്തതോ ഞാനിപ്പോ ഈ പെൺകുട്ടി ചെയ്തത് ശരിയാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടിയെ സൈഡ് പിടിക്കുകയോ ഒന്നുമല്ല. പക്ഷെ ഇദ്ദേഹത്തിന് പറയായിരുന്നു, ബിക്കോസ് അയാൾ ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം ഒരു ജില്ലയുടെ MLA ആണ്, പാലക്കാടിന്റെ. പാലക്കാട്ടുകാർക്ക് പോലും നാണക്കേടാണ്. അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല. അദ്ദേഹത്തിന് പരാതി കൊടുക്കാലോ, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, കളവായ കാര്യങ്ങൾ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ കുറ്റബോധം, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ചെയ്യാത്തത്. പിന്നെ അദ്ദേഹം നോക്കിയിരുന്ന എന്താ,
അദ്ദേഹം കുറച്ചൊരു മൈലേജ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സോഷ്യൽ ഇതിൽ കുറച്ച് എന്താ പറയാ എക്സ്പോസ് ചെയ്ത് കാണിക്കാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഈ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിരിക്കുക. അതൊരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലെന്ന് പാർട്ടി ഓൾറെഡി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അതൊരു വെല്ലുവിളിയാണ് സമൂഹത്തോടുള്ളത്. അതായത് ഞാനൊരു MLA എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ചെയ്യും, നിങ്ങൾ കഴിവുള്ളത് ചെയ്യുന്നു. അത് പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. പക്ഷെ ഒരു സത്യസന്ധനായ MLA ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ കമന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വെരി കണ്ണിങ്. അവിടെയുള്ള ഞാൻ നിയമ നടപടി സ്വീകരിക്കും. അപ്പൊ അദ്ദേഹത്തിനും ഉറപ്പില്ല ആരൊക്കെയാണ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ. മേഡം പറഞ്ഞ പോലെ ആ 2 കുട്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ സമയം കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സമയം കഴിഞ്ഞു. കാരണം ദാറ്റ് ഈസ് മോർ ഗ്രീവൻസ്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ഇത് വരുമ്പോ കൺസെന്റിലാണോ ഇവർ തമ്മിലുള്ള ഇന്റർകോഴ്സ് ഉണ്ടായെന്നൊക്കെ ഒരു ചോദ്യം വരും. പിന്നെ ഇപ്പൊ പറയുന്ന പോലെ അദ്ദേഹം മാരീഡ് ആണ്. ഈ ഒരു സംശയം ഒരിക്കലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഉണ്ടെങ്കിൽ ഉടനടി FIR ഇട്ട് അതിന് നടപടിക്രമം ചെയ്യണമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് കുറച്ചൊക്കെ, അത് നിഷേധിക്കാൻ പറ്റില്ല മാഡം, കുറച്ചൊക്കെ പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങളൊന്ന് ആലോചിക്കും മാഡം, ഒരു സാധാരണ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം എന്ന് വിചാരിക്കുക. ഈ FIR ഇടലും കഴിഞ്ഞു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യലും കഴിഞ്ഞു, കോടതിയിൽ റിമാൻഡ് ചെയ്യലും കഴിഞ്ഞു. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ കാര്യം. അത് ശ്രദ്ധിക്കണം നമ്മൾ. അത് അവിടെ പോലീസിനെ കേരള പോലീസിന്റെയും ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെയും ഒക്കെ ഒരു വീഴ്ചയാണോ, അത് ബോധപൂർവം അത്തരത്തിലൊരു വീഴ്ച വരുത്തിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി നൽകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ കണ്ണാടിയിൽ വെച്ചാണ് ഏറ്റവും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടുത്തെ ആളുകൾ ട്രേസ് ചെയ്യുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനില്ല. അപ്പോൾ ഈ MLA ആ സമയം മുതൽ എങ്ങോട്ട് പോയി എന്നതടക്കമുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? അപ്പോൾ പോലീസ് എന്തോ ഇതിൽ രാഹുലിനെ അങ്ങനെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നല്ലേ പ്രാഥമികമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്? മേഡം ഒരു കാര്യം കൂടി മനസ്സിലാക്കും. ഈ പെൺകുട്ടി ചെന്ന് പരാതി കൊടുക്കുന്ന ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. ആ മുഖ്യമന്ത്രി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊടുത്ത പരാതി എങ്ങനെ അവരുടെ വക്കീൽ ഇന്ന് സീനിയർ അഭിഭാഷകൻ പറയണ കേട്ടു, സെക്ഷൻ ഇട്ടത് അറിഞ്ഞു, ഇതെല്ലാം അറിയാണ്. ഇതൊരിക്കലും ഈ FIR തുണ ആപ്പിലൊന്നും വരില്ല, പോലീസിന്റെ ആപ്പിലൊന്നും വരില്ല. ആ സാധനം എങ്ങനെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ ഇവർക്ക് എല്ലാം അറിഞ്ഞു? അതല്ലേ ഇതിന്റെ ഏറ്റവും വലിയൊരു കള്ളത്തരം. അപ്പൊ പോലീസിന്റെ ഇടയിലും ചോർത്തി കൊടുക്കുന്നവരുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് പരാതി, ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിക്ക് ഒരുപാട് പോർട്ടൽ സെല്ലിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യാതിരിക്കാം. അദ്ദേഹത്തിന് അത് DGPക്ക് ഫോർവേഡ് ചെയ്ത് DGP അത് കൺസേൺഡ് ഏതാണോ സ്റ്റേഷൻ ലിമിറ്റ് അവിടേക്കാണ് ഫോർവേഡ് ചെയ്യുക. ഇതൊക്കെ ദുരൂഹത വരുത്തുന്ന ഒരു കാര്യങ്ങളാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി എന്റെ അറിവിൽ 1 മാസം മുമ്പ് മുതൽ ഇദ്ദേഹത്തിനെതിരെയുള്ള എൻക്വയറികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഇത് വന്നിട്ടില്ല. പക്ഷെ പോക്സോ കേസുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മാഡം, ഇദ്ദേഹത്തിനെതിരെ 15 കേസുകൾ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ അത് നിരസിക്കാനുള്ള അവരുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിലും കേസ് നമ്പർ വേണ്ടി വരും. ഓരോന്നിലും അതിലാണ് ഇതിൽ ഏറ്റവും വലിയ കളഞ്ഞത്. പിന്നെ മാഡം പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി പറയാം. കണ്ണാടിയിൽ ലാസ്റ്റ് കണ്ട ആള് എന്താണ്, കേരളത്തിന്റെ ഇന്റലിജൻസ് അത്ര മോശമൊന്നുമല്ല മാഡം, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പക്ഷെ അവര് വിചാരിച്ചാലും പിടിക്കാൻ പറ്റാത്തല്ല, ഇവര് തന്നെ കയറൂരി വിടുന്നു. ഇനി മാഡം ഒന്ന് ആലോചിച്ചു നോക്കൂ, കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വലിയ സിറ്റി ഒന്നുമല്ല, ഗ്രാമങ്ങളാണ്. ഇദ്ദേഹത്തെ എല്ലാവരും കാണുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇയാളെ ഒളിപ്പിക്കുന്നവരെ വരെ നമുക്കിതിന് ഈ കേസുകളിൽ പ്രതിയാക്കാം. ഒരു പ്രതിയെ ഒളിപ്പിക്കുന്നതും തെറ്റാണ് നിയമപ്രകാരം. ഈ നിയമത്തിന്റെ മുന്നിൽ ഒരു പൗരൻ ഒരു കുറ്റവാളിയാണെന്ന് കാണുന്ന ഒരാളെ കണ്ടാൽ അറിയിക്കണം, അല്ലാതെ അയാളെ പോയിട്ട് ഒളിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. അപ്പൊ ഇവരുടെ തന്നെ തട്ടകത്തിന്റെ ഉള്ളിൽ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇതിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഉച്ചയ്ക്ക് മുങ്ങാൻ കാരണം? എവിടുന്ന് വന്നു ഈ ന്യൂസ്? ഇയാൾക്ക് ഇദ്ദേഹം MLA ആണ്, സമ്മതിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോരല്ല കൈകാര്യം ചെയ്തു. അവിടേക്ക് എന്ത് വന്നാലും അദ്ദേഹത്തിന് ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കേസിൽ അവിടെയാണ് മാഡം ഞാൻ പറയുന്നില്ലേ,
ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും 2 വിങ് ഉണ്ട്. അത് ഈ ഭരണം മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഭാരവാഹികളും മാറും. അപ്പോ ഒരു ടീമിൽ 10 പോലീസുകാരുണ്ടെങ്കിൽ അതിൽ 1-2 കോൺഗ്രസ് അനുഭാവി ഉണ്ടായാൽ മതി. ഈ വിവരങ്ങളൊക്കെ അറിയും പുറത്ത്. അവിടെയാണ് ഇപ്പൊ സർക്കാർ സത്യസന്ധമായി അന്വേഷിക്കണമെങ്കിൽ പാളിച്ച പറ്റിയത്. ഇതെല്ലാം കൃത്യമായി എത്തേണ്ട അവിടെ എത്തി. ഇനി മേഡം നോക്കിക്കോളൂ, ഇതില് ഈ ഒരു കേസ് മാത്രമാണെങ്കിൽ ജാമ്യം കിട്ടും. അതിനുള്ള ഒരു ചാൻസസ് 75% ഉണ്ട്. കാരണം 1, ഈ ലേഡിയുടെ പരാതി വൈകിട്ടാണ്. 2, ഈ ലേഡിയുടെ വോയിസ് ക്ലിപ്പ് മീഡിയയിലേക്ക് കൊടുത്തതിന് ശേഷമാണ് പരാതിയുടേത്. 3, ഡേറ്റ് ഓഫ് പരാതി വളരെ ഇമ്പോർട്ടന്റ് ആണ് മേഡം. കാരണം ആ മേഡം അവര് ഒരു മാരീഡ് വുമനാ. മാരീഡ് വുമൻ ഹാവിങ് എ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അത് നമ്മൾ അതൊക്കെ ചിന്തിക്കണം. അല്ലാതെ ഇതിലിപ്പോ ഞാൻ പിന്നെ ഇപ്പൊ അവരുടെ ഡിഫൻസ് എന്താ? BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്ന് ചെയ്യുന്ന നാടകം. നാച്ചുറലി അവിടെ മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ഫൈറ്റ് ഈസ് ബിറ്റ്വീൻ BJP ആൻഡ് കോൺഗ്രസ്. CPM അവിടെ 6-7 സീറ്റുള്ളൂ LDFന്. അപ്പോ അതാണ് അവർ ലീഗ് ചെയ്യാൻ നോക്കുന്നത്. അതിനൊരു അവസരം ഉണ്ടാക്കുകയോ അതിന് അനാവശ്യമായ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിയമം കൃത്യമായിട്ട് പോലീസ് പാലിച്ചില്ലെങ്കിൽ ഈ വിഷയമില്ല. നിങ്ങൾ പരിശോധിച്ചോളൂ മേഡം. ഇതിന്റെ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് പ്രമോദ്, ഈ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പുകൾ അവർ തന്നെ കൊടുത്തതാണോ അതോ ഏത് വിധത്തിലാണ് അത് ചോർന്നത്, മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുകയാണ്. നമുക്കറിയില്ല അത് ആരാണ് കൊടുത്തതെന്ന്. എനിക്കറിയില്ല, അങ്ങേക്കും ആ കാര്യമൊന്നും അറിയാൻ സാധ്യതയില്ല. അത് കിട്ടിയവർക്ക് മാത്രമാണ് അവർ ആരാണ് ഈ മാധ്യമങ്ങളിൽ ആ ബന്ധപ്പെട്ടവരിലേക്ക് ഈ വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുത്തത് എന്ന് കിട്ടിയവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാതെ പോകരുത്. നിർബന്ധിത ഗർഭചിത്രം നടത്തുകയാണ്, അതും പ്രാകൃതമായ രീതിയിൽ. ഏതോ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഏതോ മാരകമായ ഒരു ഗുളിക പെൺകുട്ടി കഴിക്കുകയാണ്. ആ ഗുളിക പെൺകുട്ടി കഴിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വീഡിയോ കോളിലൂടെ ഇത് കാണുകയാണ് ഈ ജനപ്രതിനിധി എന്നത് വരുന്നത് കൂടി വരുമ്പോഴാണ് എത്രയോ ക്രിമിനൽ മനസ്സാണ് ഈ ജനപ്രതിനിധിക്ക് ഉള്ളത് എന്നത് ചിന്തിക്കേണ്ടത്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അയാളുടെ മുന്നിലേക്ക് സ്ത്രീകളെത്തും, കുട്ടികളെത്തും, യുവതികളെത്തും, അമ്മമാരെത്തും. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി സമീപിക്കുന്നത് ഒരു MLA ആയിരിക്കാം. അപ്പോൾ ഇത്രയേറെ സ്ത്രീകളോട് വളരെ വൾഗറായി പെരുമാറുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു നാടിന് ഉൾക്കൊള്ളാനാകുക? തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം വളരെ ഗ്രീവൻസ് ഉള്ളതാണ്. അതൊന്നും ഞാൻ അതല്ല. പക്ഷെ ഇതിലെ മെയിൻ കാര്യം മേഡം ഇപ്പോഴും ശ്രദ്ധിക്കൂ. 15 പരാതികൾ ഉണ്ടായിട്ട് ഇവിടുത്തെ കേരള പോലീസ് എന്ത് ചെയ്യായിരുന്നു? അതിൽ 2 എണ്ണം മൈനർ കുട്ടികളെ. അതൊക്കെ എങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? 15 പരാതികൾ എന്ന് പറയുന്നത് ഇത് കേട്ടറിവുള്ള കാര്യം മാത്രമാണ്. ഔദ്യോഗികമായ ആരും പറയുന്നില്ല ഇത്തരത്തിൽ 15 പേരുടെ പരാതി ഉണ്ടെന്ന്. പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങളിൽ, കോൺഗ്രസിന്റെ വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിനടക്കം 15ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലായി. പക്ഷേ 14ാമത്തെ പരാതി വരെ പ്രതിപക്ഷ നേതാവ് അടക്കം മിണ്ടാതിരിക്കുകയാണ്. 15ാമത്തെ പരാതി വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയുന്നത്. അപ്പോഴും ഇവിടെ നിരനിരയായി നിൽക്കുന്ന ACC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ഇവിടെ പാലക്കാട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് വരെ അനുവർത്തിച്ച സമീപനം എന്താണെന്നത് കൂടി നമുക്ക് പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടും മേഡം പറയുന്നതിൽ ഒരു തെറ്റില്ല. ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നതാണ്. ഒരിക്കലും ഒരു കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവര് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവിന് 14 പരാതികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഏത് പാർട്ടിക്കാരനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ അയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതായത് അതിന് പാർട്ടി ഒന്നും ചിന്തിക്കവേ ഇതൊരു പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്താന്ന് വെച്ചാൽ ഓക്കെ, മനസ്സിലാക്കാം. പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുക്കുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അവിടെയാണ് നമ്മൾ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മഹാമനുഷ്യനെ നമ്മൾ സ്മരിക്കേണ്ടത്. അദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ആക്ഷൻ എടുത്തിരിക്കും. അതാണ് ചെയ്യേണ്ടത്. ഇദ്ദേഹം എന്തുകൊണ്ട് ഈ 14 പരാതികളും പൂത്തിവെച്ചു? എന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം എന്താ? ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനെ തൊട്ടിട്ടല്ലേ? അതിന്റെ ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയന്റ് എന്താ?
ഒരു കുറ്റകൃത്യം നടന്നാൽ അത് ഇന്റിമേറ്റ് ചെയ്യാൻ ഇവൻ MP ശ്രീകണ്ഠൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ലേ? അദ്ദേഹം ചെയ്യുന്നത് തികച്ചും തെറ്റായ കാര്യങ്ങളല്ലേ? രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ടിങ് എല്ലാം വേറെ. അവർക്ക് റിട്ടേൺ ആയിട്ട് ഇത്ര വലിയ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും ഇങ്ങനെ പ്രതിക്കൂട്ടിൽ രാഹുൽ നിൽക്കുമ്പോഴും ഇന്ന് VK ശ്രീകണ്ഠനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായി മറുപടി പറയുന്നില്ല. പകരം മാധ്യമങ്ങളെ അപഹസിച്ച് സംസാരിക്കുന്ന VK ശ്രീകണ്ഠനെയാണ് കണ്ടത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത, ജനപ്രതിനിധി മാത്രമല്ല ഒരു മനുഷ്യനായി ജനിക്കുന്ന ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്, പ്രവൃത്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടായത് എന്ന് ഓർക്കണം. നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ്, രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് FIR-ലുള്ളത്. 2025 മാർച്ച് മുതൽ പീഡിപ്പിച്ചു, ബലാത്സംഗത്തിന് ഇരയായി, പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി, അത് വെച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഗർഭചിത്ര ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അതും വീഡിയോ കോളിലൂടെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത്. പുറത്തു വന്ന വാട്സപ്പ് ചാറ്റ് പറയുന്നത് ഈ പെൺകുട്ടിയെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നത് രാഹുലാണ്. വളരെ കൃത്യമായ ചാറ്റിൽ കൂടെ ബോധ്യമാണ്. ഇത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ ഇത് പറഞ്ഞ് സമ്മതിക്കണമെങ്കിൽ, അമ്മ സമ്മതിക്കണമെങ്കിൽ, വിവാഹം കഴിക്കണമെങ്കിൽ ഇത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇതുപോലെ ഗർഭിണിയാകുന്നതും. പിന്നീട് ഇതേ വ്യക്തി തന്നെ നിർബന്ധിച്ച് ഇത്തരത്തിൽ അപായകരമായ ഒരു ഗുളിക നൽകി ആ ഗർഭചിത്രം നടത്തുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തികളാണ് ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടായത്. ഇത് വളരെ കൃത്യമായി ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്ക് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും മാഡം, അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഒന്നും തന്നെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു MLA ആണ്. നിയമവാഴ്ച സംസ്ഥാനത്ത് കൃത്യമായി നടത്തേണ്ട ഒരു വ്യക്തി തന്നെ ഇത് വളരെ ഈസിയായി, അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു, എനിക്ക് എത്ര മിനിറ്റ് വേണം ഇല്ലാതെ ആക്കണമെങ്കിൽ എന്നൊക്കെ പറയുന്നത് തന്നെ, അതിനെല്ലാം മാഡം ശ്രദ്ധിച്ചോളൂ, ഈ വ്യക്തിക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. പക്ഷേ ഇതെല്ലാം ഇരിക്കുമ്പോ തന്നെ ഇതിവിടുത്തെ പോലീസ് എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടും അനങ്ങിയില്ല? അതിലാണ് ഏറ്റവും ഡൗട്ട്ഫുൾ ആവുന്നത് മാഡം. ഈ സാധാരണക്കാരനാണ് ഇത് സംഭവിച്ചെങ്കിൽ ഈ സമയം കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്താൽ നല്ല ചുറുചുറുക്കുള്ള SI-മാര് പൊക്കിയെടുത്തോണ്ട് വരുമല്ലോ. ഇവിടെയാണ് നമുക്ക് ഡൗട്ട് അടിക്കുന്നത്. ഇവര് പിന്നീട് ഇതൊരു സെറ്റിൽമെന്റിനാണോ, വേറെ വല്ല വിഷയങ്ങളുമായിട്ടുള്ള സെറ്റിൽമെന്റ് ആണോ ഇതിലേക്ക് പോകുന്നത്? ഇതെല്ലാം സംശയത്തിലേക്ക് വരാനുള്ള കാരണം ഇവിടുത്തെ പോലീസിന്റെ അനാസ്ഥ ഈ കാര്യങ്ങളിലുണ്ട്. മാത്രമല്ല മാഡം, ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, ഈ ചാറ്റും ഇതെല്ലാം ആ പെൺകുട്ടിയുടെ പുറത്തു വിടുന്നതെല്ലാം നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എപ്പോഴും പ്രൈവസി ഓഫ് ദ വുമൻ ഹു ഇസ് എഫക്റ്റഡ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സീക്രസി. അതുകൊണ്ടാണ് FIR-ൽ പോലും ഡൗൺലോഡ് ചെയ്യാത്തത്. ഇവിടെ കാണിക്കുന്നത് എന്താ? കൃത്യമായിട്ട് മാഡം, എന്ത് തന്നെയായാലും ഒരു കാര്യം പറയാം, ഈ പ്രതിപക്ഷ നേതാവിന് ഇത് അറിയാമെങ്കിൽ അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹീസ് ഓൾസോ വൺ ഓഫ് എ സപ്പോർട്ടർ. ഒരു കുറ്റകൃത്യത്തിന് കൂട്ടു നിൽക്കുന്ന ആളെ പിന്നെ എന്താ പറയണ്ടേ? അത് തെറ്റല്ലേ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം മിനിറ്റിന് നല്ലപോലെ ബഹളം വെക്കുന്ന ആളാണല്ലോ. കാര്യങ്ങൾ ചോദ്യം ഞാൻ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? പോട്ടെ, കേരളത്തിൽ കോൺഗ്രസിന്റെ MLA-മാര് പോട്ടെ, ഇവരുടെ ഘടകകക്ഷികൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? കാരണം ഇവിടെയാണ് മാഡം ശ്രദ്ധിക്കേണ്ടത്. ഈ പല മിടുക്കന്മാർക്കും ഇതുപോലത്തെ വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൊട്ടിച്ചാൽ ഇദ്ദേഹം പറയുണ്ടാവും, ഞാനും പുറത്തു വിടും കുറച്ചൊക്കെ വേറെ ചിലത്. ഇവിടെയാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളി, ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഒത്തുകളി. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വന്തം മകനെതിരെ വന്നപ്പോ പോലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അഴിമതി ആരോപണം വന്നപ്പോ അന്വേഷിച്ചോളാം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഇരിഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ. അഴിമതി ആരോപണം വന്നപ്പോ അദ്ദേഹത്തെയൊക്കെ ഇവർ സ്മരിക്കണം. ഒരിക്കലും ഉമ്മൻചാണ്ടി സാറുള്ള ഈ ഒരു കാരണം അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം CBI അന്വേഷണം വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്.
അപ്പൊ കോൺഗ്രസ്സുകാർ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ അതാണ് മുരളി, ഈ എല്ലാവരും കോൺഗ്രസ്സുകാർ തോന്നിവാസം. എന്തുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നുള്ള എന്ന ചോദ്യം കൂടി ഇപ്പോൾ പ്രസക്തമാണ്.